1959 അൽമനാർ മാസികയിൽ സ്വഹാബി പ്രമുഖരായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, തമീമുദ്ദായി റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ ചില സ്വഹാബികളെ എണ്ണിക്കൊണ്ട് അൽമനാർ മാസിക എഴുതുന്നുണ്ട്. ഈ സ്വഹാബികളെല്ലാവരും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഇസ്രായേലി കള്ളക്കഥകൾ എഴുതി ചേർത്തവരാണ് എന്ന് പരസ്യമായി പച്ച മലയാളത്തിൽ മുജാഹിദ് പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹ്റു ഹാദിഹിൽ ഉമ്മ എന്ന സ്ഥാനപ്പേര് നേടിയ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് ഇവർ എഴുതി വെക്കുന്നത്. ഇസ്ലാമിലേക്ക് ഇസ്രായേലി പുരാണ കഥകള് കടത്തിക്കൂട്ടിയവരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് ഇവർ അൽമനാർ മാസികയിൽ എഴുതി വെച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല. ഇങ്ങനെയുള്ള പുരാണ കഥകൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിഷയിൽ ഒരു തവണയും സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിഷയിൽ 2 തവണയും വേദിയൊരുക്കിയിട്ടുണ്ട് എന്ന് അൽമനാർ മാസികയിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, സ്വഹാബത്തിനെ ചീത്ത പറയുന്നവരും സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവരുമാണ് ഇവിടുത്തെ വിദ്യാർത്ഥിക്കാർ എന്ന് ഞാൻ വെറുതെ പറയുകയില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പുസ്തകങ്ങളിൽ അവർ പച്ചയായി എഴുതി വെക്കുന്നുണ്ട് സ്വഹാബത്തിനെ പിൻപറ്റാൻ പറ്റാത്തവരാണ് എന്ന് പ്രസംഗിക്കുകയും എഴുതി വെച്ചിട്ടും തന്നെ ഉണ്ട്. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനവും ഗൾഫ് സലഫിസവും എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, കേരളത്തിലെ മുജാഹിദുകൾ ഗൾഫ് സലഫികളോട് ഒരുപാട് വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. വിശിഷ്യ ഖുതുബയുടെ ഭാഷയുടെ വിഷയത്തിലും തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിന്റെ വിഷയത്തിലും കേരള മുജാഹിദുകൾ ഗൾഫ് സലഫികളോട് ഒരുപാട് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തേ അതിന് കാരണം? ഇവർ തന്നെ എഴുതി വെക്കുന്നുണ്ട്, കേരള മുജാഹിദുകൾ സ്വഹാബത്തിനെ വിശിഷ്യ ഖുലഫാഉർ റാഷിദീനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് പല വിഷയത്തിലും ഗൾഫ് സലഫികളോട് കേരള മുജാഹിദുകൾക്ക് വിയോജിക്കേണ്ടി വന്നത് എന്ന് ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ രൂപത്തിലാണ് സ്വഹാബത്തിനെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാടുകൾ. ആരാണ് സ്വഹാബത്ത്? നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ആമിനു കമാ ആമനന്നാസ്, ആമിനു നിങ്ങൾ വിശ്വസിക്കണം, കമാ ആമനന്നാസ്, അന്നാസ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്താണ്. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ സ്വഹാബത്തിനെ പറ്റിയാണ് ഇങ്ങനെയുള്ള വികൃത വിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള വിചിത്രമായ വാദങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ രൂപത്തിലാണ് സ്വഹാബത്തിനെ കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാടുകൾ. ഇതേ രൂപത്തിൽ തന്നെയാണ് പിൻകാലക്കാരായ താബീങ്ങളെ പറ്റിയും തബഉ താബീങ്ങളെ പറ്റിയും മദ്ഹബിന്റെ അയിമത്തിനെ പറ്റിയും ശേഷമുള്ള ഇമാം നവവി അടക്കമുള്ള ഇമാം റാഫി അടക്കമുള്ള മഹോന്നതന്മാരായ പണ്ഡിതന്മാരെ പറ്റിയും ഇവിടെ കാഴ്ചപ്പാട് ഇങ്ങനെ തന്നെയാണ്.